മരമുറിക്കുന്ന വെച്ചാണ് ദിവസവും രാവിലെ. ഒരാളിവിടെ ഒരു ദിവസം രാവിലെ അറക്കവാളൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിച്ചു പാഴ്മരം വല്ലോണ്ടോ. ഞാൻ പറഞ്ഞു ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹൈവ അങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയും ഹൈവ ഇന്ന് നാട് മുഴുവൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഹൈവ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. നമസ്കാരം. നമുക്ക് അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് അറിയാം, സിനിമയിലെ അനൂപ് ചന്ദ്രൻ. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നത് സിനിമയിലെ അനൂപ് ചന്ദ്രനെ നിങ്ങൾക്ക് പറഞ്ഞു തരാനല്ല. അനൂപ് ചന്ദ്രൻ അതിനൊക്കെ ഒരുപാട് മേഖലകളിൽ തൻ്റെ പ്രാവീണ്യവും കഴിവും ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ സിനിമാക്കാരനല്ലാത്ത അനൂപ് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കൂടിക്കാഴ്ചയാണത്. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? സന്തോഷം. തെരഞ്ഞെടുപ്പ് തിരക്കാകുന്നു. ഇടയ്ക്കിനി കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് പോകണം. രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്, തുടരുന്നുണ്ട്? അങ്ങനെ ഇല്ല. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഒരു കലാകാരന്റെ രാഷ്ട്രീയം അത് നമ്മൾ കൃത്യമായി വെളിവാക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് അത് ഞാനിങ്ങനെ ഒതുക്കി വയ്ക്കുക, അങ്ങനെയല്ല. നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ അഭിപ്രായമാണ്. നമ്മുടെ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ അനൂപിന്റെ ഒരു കാഴ്ചപ്പാട്? എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? അതോ ഒരു യൂഷ്വൽ തെരഞ്ഞെടുപ്പ് തന്നെയാണോ? എങ്ങനെയൊക്കെ കാണുന്നത്? കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടി വായിച്ചിട്ട് അമർ ചിത്രകഥാ പുസ്തകം കണ്ടു. അപ്പൊ ഞാൻ ചുമ്മാ അതെടുത്ത് വായിച്ചപ്പോ അതിനകത്തൊരു കൗതുകം തോന്നി. അപ്പൊ സിംഹം, കാട്ടിലെ രാജാവായ സിംഹം കുറുക്കനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്കൊരു ഇരയെ കൊണ്ട് തന്നില്ല, ഞാൻ നിന്നെ പിടിച്ചു തിന്നും. കുറുക്കൻ ഇങ്ങനെ ഓടിപ്പോയപ്പോ കണ്ടത് ഒരു കഴുതയാണ്. കഴുതയോട് കുറുക്കൻ ചോദിച്ചു പറഞ്ഞേടാ, നിന്നെ രാജാവാക്കാനായിട്ട് സിംഹം ആലോചിക്കുന്നു, നീ വേഗം അങ്ങോട്ട് എല്ലാം പറഞ്ഞു. കഴുത ഇത് കേട്ടോണ്ട് സാന്തോടത്തോടെ തുള്ളിച്ചാടി അവിടെ ചെന്ന് സിംഹം ആക്രാന്തത്തോടെ പിടിച്ച് ഇതിന്റെ ചെവിയാലാണ് ഇവൻ കടി കൊണ്ടത്. ഇവൻ ഈ വേദന കൊണ്ട് ഒറ്റ ഓട്ടം ഓടി. ചെവി പറഞ്ഞ് സിംഹത്തിന്റെ വായിരുന്നു. കഴുത ഓടിക്കളഞ്ഞു. അപ്പൊ ഉടനെ കുറുക്കൻ കഴുത ഓടിയങ്ങ് പോകുമ്പോ കുറുക്കൻ പിന്നാലെ ഓടി. എന്ത് പറ്റിയെന്ന് വെച്ചു. അവൻ എന്റെ ചെവി കടിച്ചു മുറിച്ചെടുത്ത് പറഞ്ഞു. എടാ, അത് ചെവി കടിച്ചു മുറിച്ചെടുത്തതല്ല, ഈ കിരീടം വെക്കുമ്പോ ആ ചെവി ഒരു തടസ്സ, അതുകൊണ്ട് അത് നീക്കം ചെയ്തതാണ്. ഓ, അങ്ങനെയായിരുന്നില്ല. ഇവൻ തിരിച്ച് വീണ്ടും സിംഹത്തിന്റെ അടുത്ത് ഓടി വന്നപ്പോ സിംഹം പിന്നെ ഇവനായിട്ട് ഉരുട്ടിപ്പിടിച്ച് ആക്രാന്തം പിടിച്ച് വാലയിലായത്തെ പിടുത്തം കിട്ടിയ വാലും പറഞ്ഞവന്റെ വായിരുന്ന് കഴുത ഓടി അങ്ങ് തള്ളി. അതിപ്പോ കുറുക്കം പുറകെ ഓടുക. എന്തു പറ്റിയിടാ, എന്റെ വാല് മുറിച്ചു കളഞ്ഞ്. ഇടാ, വാല് മുറിച്ചതല്ല, സിംഹാസനത്തിൽ ഇരിക്കുമ്പോ വാല് തടസ്സാണ്, നീ പോ. അങ്ങനെ കഴുത ഓടി വീണ്ടും വന്നു. അവൻ സിംഹം ഒറ്റയടിക്ക് അവന്റെ കഥ കഴിച്ചു. അപ്പൊ കുറുക്കം പുറകെ വന്നു. അതപ്പോ സിംഹം അപ്രീഷിയേറ്റ് ചെയ്തു. നിന്നെ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്തു. ഒരു കാര്യം ചെയ്യാൻ, എന്റെ തൊലി പൊളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച്, അപ്പൊ ഇതിന്റെ തലച്ചോറ് ഈ കുറുക്കൻ പെട്ടെന്ന് അങ്ങ് അടിച്ചു കളഞ്ഞു. അപ്പൊ സിംഹം വന്ന് നോക്കിയപ്പോ ബാക്കി എല്ലാം ഉണ്ട്, തലച്ചോറ് മാത്രമില്ല. എന്റെ തലച്ചോറ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ കുറുക്കൻ പറയുക, എടോ, ആദ്യം വന്നപ്പോ താനിന്റെ ചെവി മുറിച്ച്, പിന്നെ വന്നപ്പോ ഇതിന്റെ വാല് മുറിച്ച്, എന്നിട്ടും ഇത് പിന്നെ വരണമെങ്കിൽ ഇതിന് തലച്ചോറ് ഉണ്ടാകുമത്. ഒന്നാം ഭരണം നമ്മള് ചില കാര്യങ്ങൾ കണ്ടു, രണ്ടാം ഭരണവും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു, ഇനി മൂന്നാമത്തെ ഭരണം വരികയാണ്. അത് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ട സാധാരണ മനുഷ്യൻ ഇതുപോലെ തലച്ചോറില്ലാത്ത കഴുതയായി പോണോ വേണ്ടോ എന്നുള്ളതിന്റെ, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് എഴുതിയ പഞ്ചതന്ത്രം കഥയില് ഒരു കഥ ഇന്നത്തെ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായ അത് റെലവന്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇനി ജാതീയത, വർഗീയത, മനുഷ്യൻ തമ്മിലടിക്കാൻ തുടങ്ങിയാൽ പുളിക്കൻ ചേട്ടാ, നമ്മൾ ഈ കാണുന്നൊന്നും അല്ല. നമ്മള് ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ അമ്മയും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളെയൊക്കെ തെരുവിൽ വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നത് നിസ്സഹായനായി കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടല്ലോ. അത്തരത്തിലൊരു സങ്കീർണത ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അതിന് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താധാര ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മൾ ജർമ്മനി എടുത്തു നോക്കുക, ഹിറ്റ്ലറുടെ ഒരു വരവ് തന്നെ എടുത്തു നോക്കുക. അവസാനം പ്രതിപക്ഷ ഐക്യം ഉണ്ടായി ഹിറ്റ്ലറെ താഴെ ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് പ്രതിപക്ഷ തമ്മിലടിയുണ്ട്. അതിഭയങ്കരമായ തമ്മിലടിയിൽ അവസാനം ഭരണയിട്ടിട്ട് ഓടുകയാണ്. അത് കഴിഞ്ഞിട്ട് സർവസമ്മതനായി തിരിച്ചൊരു വരവാണ് അയാൾ.
എന്ന് പറയുന്ന ഒരു അവസ്ഥ ചരിത്രത്തെ കൂട്ടി വായിച്ചുകൊണ്ട് പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് ഓരോ പ്രതിപക്ഷ കക്ഷികളും അത്തരം ഒരു ബോധത്തോടെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ ഐക്യം അപകടമാണെന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായിരിക്കും ഈ ഇലക്ഷൻ ഫാക്ടറെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാന ഘടകം? ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവർക്ക് വോട്ട് കൂടുതലായിരിക്കും, തോക്കുന്നവർക്ക് അതായത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് രൂപപ്പെടുന്നുണ്ട്. അത് ക്രിസ്ത്യാനിയിലായാലും മുസ്ലിമിലായാലും ഹൈന്ദവരിലായാലും. കാര്യം വർഗീയതയുടെ ദോഷങ്ങൾ ഇപ്പൊ നമ്മൾ കാണാം. ഇപ്പൊ വർഗീയതയുടെ ഒരു അപ്പോസ്തലന്മാരായി നിൽക്കുന്നവർ സുഭിക്ഷമായി ജീവിക്കുകയും ബാക്കി ബഹുഭൂരിപക്ഷന്മാര് ഇപ്പോഴും അത്തേണ്ടികളായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടും കൂലിപ്പണിയെടുത്തും ഒക്കെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നല്ല സുഭിക്ഷമായിട്ട് സുഖലോലുപരായിട്ട് അവർ ജീവിക്കുകയാണ്. ഇത് പൊതുസമൂഹം ശരിക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു വിട്ട് സ്വതന്ത്രമാകാൻ ഇപ്പൊ ഞാനിപ്പോ പറയാം, ചില പ്രൈവറ്റ് മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നാനാജാതി മതസ്ഥരായ ഒരു വലിയൊരു സമൂഹം സന്തോഷത്തോടെ ഇരിക്കണം. കാര്യം ഈ വർഗീയതയിൽ നിന്ന് ഈ മതാന്തരീക്ഷത്തിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് നമുക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു സ്പേസ് അത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ചില സ്പേസുകൾ പലയിടത്തും രൂപപ്പെടുന്നുണ്ട്, നല്ലപോലെ രൂപപ്പെടുന്നുണ്ട്. അത് കുറച്ചുകൂടെ ശക്തമായി രൂപപ്പെട്ട് ഒരു സ്വതന്ത്രമായ ഒരു സമൂഹമായിട്ട് കേരളം മാറിയില്ലെങ്കിൽ ഉള്ള അപകടം ഇച്ചിരി വലുതാണ്. കേന്ദ്രത്തിലെ ഒരു മാറ്റം അന്ന് തുടങ്ങി തന്നെ മൂന്നാം ഈ സിംഹത്തിന്റെ കഥ പറഞ്ഞിട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു എന്തെങ്കിലും ഒരു സാധ്യത, വിദൂര സാധ്യതയെങ്കിലും ഈ ഇപ്പോഴത്തുള്ള ഭരണമുന്നണി താഴെ പോയി പുതിയൊരു സഖ്യം അധികാരത്തിലെത്താനുള്ള എന്തെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കേറ്റം മുതൽ ഒരു മൊത്തം വർഗീയതയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞ ഒരു ലക്ഷണമാണ് പല മേഖലയിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് ശക്തമായി വരുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? ഒരു തരത്തിലുള്ള വർഗീയതയ്ക്കും വശംവദരാകാതെ അല്ലെങ്കിൽ അത്തരം ഒരു സ്പേസ് ഒന്നും ഇല്ലാതെ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു വീടാണ് എൻ്റെത്. ആർക്കും വരാം, ആർക്കും സന്തോഷത്തോടെ ഇരിക്കുക. ഞങ്ങളുടെ അടുക്കള വരെയും ഞങ്ങള് എന്താ പറയുക, ആരൊരു അതിഥി വന്നാലും ചിലപ്പോൾ ഞങ്ങളൊക്കെ പാചകത്തിലാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പുരാണം പറയാം. അത്രയും സ്വാതന്ത്ര്യം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ സമൂഹത്തിലുണ്ടാകുമ്പോൾ നമ്മളെ അത്രയും വേദനിപ്പിക്കും. അത് കുറച്ച് രാഷ്ട്രീയ കൃഷിയൊക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പൊ ഒറിജിനൽ കൃഷിയിലേക്ക് ആണ് ഇപ്പൊ അനൂപിന്റെ ശ്രദ്ധ എന്ന് കേട്ടോ. അപ്പൊ ഏത് തരത്തിലാണ് അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ കൃഷിയോടുള്ള ഒരു പാഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം? ഞാൻ കുഞ്ഞിലേ പോലെ തന്നെ ഇതിനകത്തൊരു ഭയങ്കരമായൊരു ഒരു ചൈതന്യമുണ്ട്. കൃഷി ചെയ്തിട്ട് നമ്മളിതൊരു പ്രത്യുൽപാദനപരമായ ഒരു കാര്യമാണല്ലോ. പ്രത്യുൽപാദനം ഇപ്പം ഒരാളൊരു കാര്യം നേടി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം തന്നെ, ഒരാൾ അച്ഛനായി എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാവുന്നൊരു കാര്യം എന്നിലെ ഒരു എന്താ പറയാ പ്രത്യുൽപാദകന് അതിന്റെ ഒരു സക്സസ് ആണത് എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും ഒക്കെ ഒരു വലിയൊരു സക്സസ് ആണ് നമ്മൾ ഒരു ചെടി നട്ട് വളർത്തി അത് വലുതാക്കി അതിൽ നിന്ന് നമുക്കൊരു അന്നം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു സംതൃപ്തി, അത് ഭയങ്കരമാണ്. എന്തെല്ലാം കൃഷി നമ്മൾ അരി മുതൽ പച്ചമുളക് വരെ നമുക്ക് സ്വന്തമാണ്, നമ്മുടേത്. പക്ഷെ ഇപ്പൊ കാലാവസ്ഥ പതുക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് 15 വർഷം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയതാ. 15 വർഷം മുമ്പ് സംഗതി കുഴപ്പമാണെന്ന് പറയാം. ഇപ്പോ എന്താ പറയാ, നമ്മളുടെ ഇനി ഈ കരപ്പുറം പ്രദേശത്ത് 15 അടി താഴ്ച കഴിഞ്ഞാൽ പിന്നെ ചെള്ളയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല. പിന്നെ പോകണമെങ്കിൽ ഈ 15 അടിയുടെ താഴോട്ട് പോകണം. ഈ 15 അടിയുടെ താഴോട്ട് പോയാൽ സമുദ്രം തൊട്ടടുത്ത് കിടക്കാം. ഈ ലെയറുകൾ തമ്മിൽ ഒന്നാകും. അപ്പൊ ടോട്ടൽ ഉപ്പാകും. നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ 15 അടിക്ക് മേളിൽ വാട്ടർ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഈ കരപ്പുറത്തിന് ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ കരപ്പുറം ശൂന്യമായി പോകും. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ നടക്കുന്ന ഒരുപാട് പദ്ധതികൾ കൃഷി സംബന്ധമായി മാറി വരുന്ന സർക്കാരുകൾ കൊണ്ട് തന്നെ ഇതൊക്കെ ഫ്രൂട്ട്ഫുൾ അല്ല എന്നാണ് അനൂപ് കാണുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ എന്താ പറയാ, എല്ലാം വിറ്റ് കാശാക്കുക എന്ന് പറയുന്ന കൃഷിയേക്കാൾ ഉപരി ഒരു സാംസ്കാരിക സമ്പന്നമായ ഒരു കാർഷികതയാണ് മലയാളിക്ക് നല്ലത്. അതായത് ഒരു പഴമയിലേക്കുള്ള, അതാണ് അതിലേക്ക് പോകല് തന്നെയാണ്. പുതിയ വിത്തിനങ്ങളെക്കാൾ ഉപരി നമ്മളുടേതായ തനതായ കാര്യങ്ങളിലേക്ക് പോവുക. അതായത് പുതിയ വിത്തിനങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പം മനുഷ്യൻ 10 മാസം അമ്മയുടെ വയറ്റിൽ കിടന്ന് 9 മാസം 9 ദിവസവും വയറ്റിൽ കിടന്ന് പുറത്തു വരുന്നൊരു കുഞ്ഞ്
പ്രായപൂർത്തിയാകുന്നത് വരെ 6 മാസം പ്രായമായ ആഹാരം കഴിക്കണം. അതിനാണ് വിരിപ്പ് നെല്ല്. 9 മാസം 9 ദിവസവും കഴിഞ്ഞ് അവൻ പിന്നെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവൻ 9 മാസം 9 ദിവസമുള്ള ആഹാരം കഴിക്കണം. അതാണ് മുണ്ടകൻ ചോറ്. അതായത് ഈ പറയുന്ന സാധനം കഴിച്ചാൽ അവന്റെ ഈ ശരീരത്തുള്ള എല്ലാ ഫങ്ഷനുകൾക്കും ആവശ്യമായ എനർജി കിട്ടുകയുള്ളൂ. നമ്മുടെ എല്ലാ നെല്ലുകളും എല്ലാ അരികളും എന്ന് പറയുന്നത് 90 ദിവസമാണ്. 3-ാം മാസം കൊയ്യ. ഈ 3 മാസം ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമായ ഫുൾ എനർജി നമ്മുടെ ശരീരത്തേക്ക് കിട്ടുന്നില്ല. എനർജി ശരീരത്തേക്ക് കിട്ടിയാലേ ബോഡി മെയിൻ്റെനൻസ് പ്രോപ്പർ ആകും. ബോഡി മെയിൻ്റെനൻസ് പ്രോപ്പർ ആയാലേ എല്ലാ ക്യാൻസറും അതുപോലത്തെ സാധനത്തിനൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പുണ്ണാക്ക് കോഴിയും ഈ പറയുന്ന ഈ കുഞ്ഞാണി അരിയും മേടിച്ച് തിന്നണം നമുക്ക്. ഇതൊന്നും കഴിക്കാറില്ല ഞാൻ പൊതുവെ ചിക്കൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് 100% സസ്യാഹാരിയാണ്. 100%. അപ്പൊ അസുഖങ്ങളൊന്നും ഒന്നുമില്ല. അതിനകത്ത് ഞാൻ വേറെ സമയം കൂടെ പറഞ്ഞ, ഞാൻ ഒരു സമയത്ത് നല്ല എന്താ പറയാ നിറച്ച് BP-യുടെ ഗുളിക, നല്ല ഹൈ BP ആയിരുന്നു. BP-യുടെ ഗുളിക, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ ഗുളിക, അതുപോലെ തന്നെ ഒരു നല്ലൊരു ശതമാനം ട്രീറ്റ്മെന്റ് നന്നായി നടത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നോടൊരു ഡോക്ടറും പറഞ്ഞിട്ടില്ല പരിപൂർണമായി ഇയാൾ മദ്യപാനം അല്ലെങ്കിൽ പരിപൂർണമായി ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ, അതായത് പുകയില എൻ്റെ ഒരു ഭയങ്കരമായൊരു വീക്ക്നെസ് ആയിരുന്നു. അപ്പൊ പുകയില അല്ല, ഞാൻ മുറുക്കായിരുന്നു. പാരമ്പര്യ. അപ്പൊ അത് നിർത്തിയാൽ ഇയാൾക്ക് ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരികയില്ല എന്ന് എന്നോട് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എനിക്കിതൊന്നും വേണ്ട എന്നൊരു തോന്നൽ, മദ്യ മത്സ്യ മാംസാദികൾ സർവ്വ ലഹരികളിൽ നിന്നും ഒരു വിടുതൽ ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച അന്ന് അത് പ്രഖ്യാപിച്ചപ്പോ 3 വർഷമാവുന്നു. മത്സ്യം കഴിക്കില്ല, അതിൽ ഒരു സാധനവും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വിടുതൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു 10-15 ദിവസം 20 ദിവസം കഴിഞ്ഞ് എല്ലാം BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. ഒരു 40 ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നപ്പോൾ നോർമലാണ്. പിന്നെ ഒരു 50 ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നപ്പോൾ നോർമലാണ്. പിന്നെ നോക്കിയിട്ടില്ല, പിന്നെ മരുന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം മലയാളിക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ശീലങ്ങള് അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് മരുന്ന് കഴിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഒന്നും ശൈലി, അതിന് പകരം ജീവിത ശൈലി ക്ലിനിക്ക് ഉണ്ടായിക്കൂടും. ഇപ്പൊ നമ്മളിപ്പോ കടപ്പുറത്ത് എവിടെയോ കിടക്കുന്ന മല അതുപോലെ കട്ട് ചെയ്ത് ഒരു ടോറസിനകത്ത് 2 കല്ലേ കയറുള്ളൂ. ആ കല്ല് കൊണ്ട് കടപ്പുറത്ത് അടുക്കുക. ഇവര് ഇത്ര മണ്ടന്മാരാണ് കളിക്കുന്നത്. ഈ ആൻഡമാൻ നിക്കോബാറും അതുപോലെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ലക്ഷദ്വീപും അതും ഇതും എല്ലാം ഐലൻഡും ഒക്കെ നിൽക്കണ ഈ പാറ പൊട്ടിച്ചുകൊണ്ടുവന്ന് കടൽ ഭിത്തി കിട്ടിയിട്ടല്ലല്ലോ, വെറും കണ്ടൽക്കാട് കൊണ്ടാണ്. അതിന് പകരം ഈ പാറ പൊട്ടിച്ചോണ്ട് വരുന്നു. ഇതാണ് രോഗം. കല്ലേൻ പൊക്കുടൻ പണ്ട് പറഞ്ഞ അതാണ്. പൊക്കുടൻ മാഷ് പറഞ്ഞത് അന്ന് എല്ലാരും കൂടെ പുള്ളി ഓടിച്ചു. അതെ. ഇനിയിപ്പോ വളരെ സത്യം തന്നെ ഞാൻ പറയാം. ഈ വയറ്റിന്ന് പോകുന്നത് പരിശോധിക്കാൻ ലക്ഷക്കണക്കിന് ലാഭമുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. പക്ഷെ വയറ്റിലോട്ട് പോകുന്ന പരിശോധിക്കാൻ ഒറ്റ ലാഭം പോലും ഇല്ല. ഇതൊരെണ്ണം വന്ന സർവ്വരോഗവും കഴിയും. അപ്പൊ ഇവിടുത്തെ കൃഷിക്ക് ഇല്ല, പെസ്റ്റിസൈഡ്സ് ഒന്നുമില്ല. പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്തതിന്റെ കാരണം ഞങ്ങൾ വിത്ത് അത്രയും നല്ല വിത്താണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നാടൻ തന്നെ വിത്ത് തന്നെ, നാട്ടിലെ വിത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ നോക്കുക. നമ്മുടെ ഇവിടെ അടുത്ത് ഒരാളുണ്ട്, വിത്ത് മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ വന്ന് കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്ത് വിത്തൊക്കെ എടുത്ത് ശേഖരിച്ച് എല്ലാം വെച്ച് അടുത്ത കൃഷിക്ക് അദ്ദേഹം നമുക്ക് തരും. അതുവരെ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ അത് കിട്ടി ഭദ്രമായിട്ട് അദ്ദേഹം വെച്ചിരിക്കുക. അടുത്ത കൃഷി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെല്ലുമ്പോ അനൂപിയൻ തരുന്ന ഒരു കിഴി, ഇവർക്ക് ഓരോ കിഴി, ഇങ്ങനെ ഓരോ കിഴി കെട്ടിയിരിക്കും. അപ്പൊ ഈ കിഴി നോക്കുമ്പോ അനൂപ് വന്നില്ലേ, അനൂപ് പാടത്തൊന്നും ചെയ്തില്ലേ എന്ന് ഇത് കാണുമ്പോ അറിയാം. അങ്ങനെ ഓരോ മനുഷ്യന്റെയും ആ ഒരു സമയത്തെ ചേഞ്ചുകൾ അറിയണമെങ്കിൽ അദ്ദേഹത്തിന് ചോദിച്ചാൽ സൈക്കോളജിക്കൽ ചേഞ്ച് അറിയണം അദ്ദേഹം കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഈ അർത്തുങ്കൽ അടുത്തുള്ള ആളാണ്, സ്കൂൾ വാദ്യരാ, സെബാസ്റ്റ്യൻ മാഷ, അർത്തുങ്കൽ സ്കൂളിലെ മാഷ. ഇതിപ്പോ ചേർത്തല അരിപ്പറമ്പാണല്ലോ. ഇവിടുത്തെ ഈ മണലിന് ഇതിന് മാത്രം വളക്കുറൊക്കെ ഉള്ള നമുക്ക് ചാണകവും എന്താ പറയാ ഇതൊക്കെയാണ്. അപ്പം ഈ ചാണകവും ഗോമൂത്രവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. പിന്നെ പണ്ട് പായലുണ്ടായിരുന്നു, ഇപ്പൊ പായലില്ല. കുളങ്ങള് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ കുളമൊക്കെ പ്രദേശങ്ങളിലെല്ലാം കുളം വെട്ടി, എല്ലാരും കുളം വെട്ടി. എല്ലാ സ്ഥലത്തും കേൾക്കുന്ന താളം എന്ന് പറഞ്ഞാൽ ഈ തേക്ക് താളാണ്. തേക്ക് താളം കാണും. മൂപ്പന്റെ അട്ടഹാസവും മൂപ്പന്റെ കൊലവിളികളും ഒക്കെയാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന മരമുറിക്കുന്ന വെച്ചാണ് ദിവസവും രാവിലെ. ഞാൻ പറയാണ്, ഇങ്ങനെ ഇത് മുറിച്ച് ഇത് വെട്ടുന്നവന്റെ മുമ്പിൽ എല്ലാം പാഴ്മര.
ഒരാൾ ഇവിടെ ഒരു ദിവസം രാവിലെ അറക്കവാളൊക്കെ ആയിട്ട് വന്നിട്ട് ചോദിച്ചു പാഴ്മരം വല്ലോണ്ടത്. ഞാൻ പറഞ്ഞു ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. 2 പാഴ്മരം ഉള്ളത്, ഒന്ന് ഞാനും ഒന്ന് അച്ഛനുമാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ കൃഷി ഉള്ളത്? എന്തൊക്കെ ഞങ്ങള് നെല്ലുണ്ട്, പിന്നെ പച്ചക്കറികളെല്ലാം വേണ്ട, പടവലം, പാവല്, കോവല്, പീച്ചില്, വഴുതന, പയറ്, പിന്നെ എള്ള്. ഏകദേശം ഒരു മാസം എത്ര വരുമാനം വരും? നമ്മളിപ്പോഴേ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ഒരു സാധനം പശു, ഇപ്പൊ പാലാണ്. ഞാൻ കേട്ടു ഏതാണ്ട് ചേർത്തലയുടെ പ്രദേശത്തെ പാൽക്കാരനാണ്. അതെ, മിക്കവാറും അതെ. ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കർഷകരെ എല്ലാരും കൂടെ കൂട്ടിയപ്പോ ഞാൻ നേരത്തെ എന്റെ ഫാമിലെ പാല് ഞാനിങ്ങനെ ഒരു കൂളറൊക്കെ മേടിച്ച് തണുപ്പിച്ച് അത് പാക്ക് ചെയ്ത് ഇങ്ങനെ കടകൾ, നമ്മുടെ ചേർത്തല മഞ്ഞള് അങ്ങനെയൊക്കെയുള്ള 1-2 സൂപ്പർ മാർക്കറ്റുകളിലായിട്ട് ആദ്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പ്രസാദ് മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ ഈ പാല്. അപ്പൊ അങ്ങനെ വന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറെ കർഷകർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നു. ഞങ്ങളെല്ലാരും ഈ പരിപാടി പതുക്കെ സ്റ്റോപ്പ് ചെയ്യാണ്, പശുക്കളെ വേണോ എന്ന് ചോദിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പശുക്കളെ വേണ്ട, ഒരു കാര്യം ചെയ്യും, നിങ്ങള് പാലുതാ, നല്ല വില തരാം. അങ്ങനെ 10, 15, 20 പശുക്കളുള്ള കർഷകരിൽ നിന്ന് കുറച്ചു പാല് ഇങ്ങനെ കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു നല്ല അരൂക്കുറ്റി മുതൽ, അത് ഏകദേശം അരൂക്കുറ്റി മുതൽ നമ്മൾ ഏകദേശം ആലപ്പുഴ വരെയുള്ള ഒരു പ്രദേശം നമ്മുടെ പാല് നമുക്കിപ്പോ സപ്ലൈ ഉണ്ട്. ഏകദേശം നമുക്കിപ്പോ 2500 ലിറ്റർ പാല് നമുക്ക് ഒരു ദിവസം ചെലവാകുന്നുണ്ട്, ഏകദേശം ചെലവാകുന്നുണ്ട്. എന്താ ബ്രാൻഡ്? എന്താ? ഹൈവ എന്ന് പറഞ്ഞാൽ ഹൈവ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു നമ്പൂരി ഭാഷ ഉണ്ടായിരുന്നു. മൂപ്പര് എന്ത് പറഞ്ഞാലും ഹൈവ എന്ന് പറയും. അപ്പൊ ഹൈവ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പുള്ളി ഈ ശാപ്പാടുകാരനാ. അപ്പൊ ഈ ശാപ്പാട്, നല്ല ശാപ്പാട് ഏതാണെന്ന് അത് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ട് ലാസ്റ്റ്. മാഷേ ശാപ്പാടൊക്കെ ഹൈവ, അതായത് നിറവിൽ നിന്ന് വരുന്ന ആ സന്തോഷവും ആ എമ്പൊക്കെ കൂടെ ഒരുമിച്ച് വരുന്ന പേരാണ് ഹൈവ. അത് ഓർത്തു വെച്ചു. ഏത് ക്ലാസ്സിലെ? ഇത് 3ാം ക്ലാസ്സില്. അപ്പൊ അദ്ദേഹമാണ് ഹൈവ എന്നുള്ള ഒരു സാധനത്തിൽ ഞങ്ങൾ ഈ ഹൈവ അങ്ങനെ എടുത്തിട്ട് കൊടുക്കുകയും ഹൈവ ഇന്ന് നാട് മുഴുവൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഹൈവ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഈ നമ്മളുടെ കൃഷിക്കാരും എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി, പണിയാൻ ആളില്ല. എങ്ങനെയാ അതിന് പരിഹാരം? പണിയാൻ ആളില്ലാത്ത, ഇതിനകത്ത് വളരെ കൃത്യമായി ഒരു കാര്യം പറയാം. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യമാണ് അത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അവരതിനെ ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം ശക്തമായിട്ട് എനിക്ക് അവരോടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു മേഖല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് കാലം കേരളം മുന്നോട്ട് പോയില്ല. അത് നമ്മുടെ തൊഴിൽ അനുപാതമാണ്. അതായത് ഒരു 60% മലയാളിയും 40% ബംഗാളി എന്ന രീതിയിൽ തൊഴിൽ അനുപാതം നമ്മൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ മലയാളിക്ക് പണിയില്ലെന്ന്. ഒരു മലയാളിയുടെ കൈ കാശില്ല. ഇപ്പം ജോർജ് ചേട്ടാ, ഞാനിപ്പോ ഈ പാല് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റം മുതൽ ഏകദേശം ആലപ്പുഴ പട്ടണത്തിന്റെ അടുത്ത് വരെ ഒരു ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഓരോ വണ്ടിയിൽ നമുക്ക് 10 വണ്ടി കണ്ടുണ്ട്. 10 വണ്ടി കുട്ടികൾ പാലുമായിട്ട് പോകുന്നുണ്ട്. ഈ കുട്ടികളുടെ വണ്ടിയിൽ ഞാൻ ചുമ്മാ കയറി യാത്ര ചെയ്യും. ഒന്ന് മനുഷ്യന്മാരെ കാണാം, അവരുടെയൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കേൾക്കാം, അവര് എനിക്ക് എന്തെങ്കിലും അവരോടും പറയാം, ഒരു രസം. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യന്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല. മലയാളി പണി ചെയ്യാൻ കൊള്ളിയല്ല, അപ്പൊ മലയാളി മോശമാണെന്നാണ് പറയണേ. എല്ലാ തരത്തിലും ഇങ്ങനെ പറഞ്ഞ് മൊത്തത്തിൽ എല്ലാവരും ബംഗാളിയാക്കി കഴിഞ്ഞു പ്രദേശത്തെല്ലാം. അതായത് ഒരു കെട്ടിടം പണി നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു കെട്ടിടം പണിയണതിനകത്ത് കോൺട്രാക്ടർ മാത്രമേ മലയാളി ഉണ്ടാവുള്ളൂ, ബാക്കി മൊത്തം ബംഗാളിയാണ്. ഒരു ബംഗാളിക്ക് ഇന്ന് 1800 രൂപ ടച്ചായി, ഒരു മേസരിക്ക്, ഒരു ബംഗാളിക്ക്. എന്നിട്ടും ഈ മലയാളികൾ ഇവനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഇപ്പൊ ശാസ്ത്ര സാങ്കേതികതയൊക്കെ വളരെ വളർന്നു. ഇപ്പൊ പഴയ പോലെ മേസരിമാർക്കൊന്നും അത്ര കഠിനമായ ആരോഗ്യമൊന്നും വേണ്ട, എല്ലാം മെഷീനറിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ തൊഴിലുറപ്പ് സമൂഹത്തിൽ നിന്ന് ഇതിൽ മികച്ച ചേച്ചിമാരുണ്ട്. അതായത് ഡിഗ്രിയൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള, അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉദിച്ചിട്ടുള്ള ഒരുപാട് ചേച്ചിമാർ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് ഈ തൊഴിലുറപ്പ്. ഇതിൽ നിന്നൊരു ലേബർ ബാങ്ക് ഉണ്ടാക്കിയാൽ അവരെ ഈ മേഖലയിലേക്ക് ഉപയോഗിച്ചാൽ പെണ്ണുങ്ങളുടെ ഈ കാശ് കിട്ടിയ ഈ കാശ് ചുറ്റുവട്ടത്ത് ചെലവാകും. നമ്മുടെ പെണ്ണുങ്ങളുടെ ഈ കാശ് കിട്ടിയ അങ്ങനെ ഒരു ടോട്ടൽ ഇക്കോണമിയിൽ വ്യത്യാസം. അത് ഇതിപ്പോ ഒന്നുമില്ല. അതായത് ഇതിപ്പോ ഞാൻ പറയാം, ഇപ്പൊ എന്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത് 6 7 ഹിന്ദിക്കാർ കുടുംബമായിരുന്നു. ഈ 7 കുടുംബത്തിന് 35,000 രൂപ വെച്ച് ഞാൻ അയക്കുന്നതോടെ ഈ പൈസ അപ്രത്യക്ഷമാവുക. ഇപ്പൊ ഞാൻ കൂടുതലും മലയാളികൾ ഓരോരുത്തർ വന്ന് ചോദിക്കാൻ ഒരു പണിയില്ല,
ദാരിദ്ര്യമായി, കുഴപ്പമായി, ജപ്തി നോട്ടീസൊക്കെ വരാൻ വന്നു, പല പ്രശ്നങ്ങളായി, ഞാനടക്കം അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഞാനടക്കം എല്ലാവരും ഇങ്ങനെ പ്രശ്നമായി തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങി. അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മുടെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഒരു കെട്ടിടത്തിന് ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ 40:60 ഈ അനുപാതത്തിൽ തൊഴിലാളികൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പെർമിറ്റ് തരില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ 60% ആൾക്കാരുടെ കയ്യിൽ പണം വന്നാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ. ഈ 60% മലയാളിയുടെ കയ്യിൽ പണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ 20% വരെ അപ്പർ ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി 80%, 20% സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞാൽ ബാക്കി 60% ദരിദ്ര. ഒരു കലാപ സാധ്യത കൂടും ദാരിദ്ര്യം കൂടെ വരുമ്പോൾ. ഈ കലാപ സാധ്യത കൂടിക്കഴിഞ്ഞാൽ അതിലേക്ക് വർഗീയതയും കൂടെ വന്നു കഴിഞ്ഞാൽ ബഹുരസായി. ഇത് എന്തേ ഇവര് ശ്രദ്ധിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇടിയൊക്കെ ഓടി നടക്കുന്ന ഒരു കാലമാണോ? ഏകദേശം ഒരു മാസം എത്ര വരുമാനമുണ്ട് കൃഷിയിൽ നിന്ന്? സിനിമ വരുമാനം ഞാൻ ചോദിക്കുന്നില്ല, കൃഷിയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഇത് ഈ എന്റെ വീട്ടിൽ മാത്രമേ ടെലിഫോൺ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ടെലിഫോൺ എല്ലാ വീട്ടിലും ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് ടെലിഫോൺ കൊണ്ട് പ്രയോജനമുള്ളൂ. എനിക്ക് എല്ലാവരും ഇവിടെ ഇത് എന്റെ വീട്ടിൽ മാത്രമായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ ഇതിൽ നിന്നുള്ള പണം കൃത്യമായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടെ രാവിലെ ഒരു 4 മണിയോടുകൂടെ മുഴുവൻ കുട്ടികളും വരും. എല്ലാം സാധാരണ ഓട്ടോറിക്ഷക്കാർ പിള്ളേരാ. അവരെല്ലാരും വന്ന് ഈ പാല് കറക്റ്റായിട്ട് ഉത്തരവാദിത്തോടെ കയറ്റി കൃത്യമായി കടകളിൽ കൊണ്ട് കൊടുത്ത്, കടക്കാരനെല്ലാം ഞങ്ങളുടെ കൂടപ്പുറപ്പാണെന്നൊരു സ്നേഹത്തോടുകൂടെ, ഈ വേറെ ചില കമ്പനിക്കാരൊക്കെ ഉണ്ട് കൊണ്ട് പാല് കൊണ്ട് റോഡിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് വണ്ടിയിലിരുന്ന ഒരു ആക്ഷൻ എടുത്തോ ഇങ്ങനെ കാണിച്ചു വെച്ച് ഈ പട്ടിക്കൊക്കെ ആഹാരം കൊടുത്ത എടുത്തോ എന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ എടുത്തോ എന്ന് പറഞ്ഞു ചെയ്യും. ഇതാണല്ലോ നമ്മൾ വളരെ കുഞ്ഞുങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ സാബുചേട്ടാ അല്ലെങ്കിൽ അനണിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊടുത്ത് അവരുടെ വീടിനെ കുറിച്ച് അവർക്കറിയാം. എന്തായാലും കൃഷി ഒരു ലാഭത്തിലാണ് പോകുന്നത്. ഇപ്പോ സത്യം പറഞ്ഞാൽ ലാഭകരമാണ്. ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കാവുന്നൊരവസ്ഥയുണ്ട്. മറ്റു പണികളൊന്നും മറ്റു പണികളൊന്നും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാം എന്നൊരു അവസ്ഥ ഉണ്ട് ഇപ്പൊ. എന്റെ ചിരിയിൽ ഒരിക്കൽ പോലും നിരാശയില്ല. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം, സന്തോഷം. ഒരു പുതിയ വിഷു ആശംസകൾ നേരുന്നു. സന്തോഷകരമായ വിഷു, സന്തോഷകരമായ ഒരു പ്രകൃതി, സന്തോഷകരമായ രാഷ്ട്രീയം, സന്തോഷകരമായ കൃഷി, സന്തോഷകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.